ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല രാജു. എനിക്ക് പേടിയാവുന്നു. മാഡം ഒന്ന് സമാധാനിക്കേ, വെറുതെ എന്നെയും കൂടെ പേടിപ്പിക്കാതെ. ഡോക്ടർ. അതെ, ഒരു പ്രശ്നമുണ്ട്. എന്താ ഡോക്ടർ? ദിവ്യയുടെ ഹെൽത്ത് കണ്ടീഷൻ അത്ര ഓക്കെ അല്ല. എന്ന് പറഞ്ഞ ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നേ? എന്ന് വെച്ചാൽ ഡെലിവറിക്ക് അല്പം റിസ്ക് ഉണ്ട്. നിങ്ങളോട് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? ഉള്ളതുപോലെ ഞാൻ പറയാം. ദിവ്യയുടെ ഡെലിവറി അല്പം ക്രൂഷ്യൽ സിറ്റുവേഷനിലാ. ഡോക്ടർ, BP വളരെ കൂടുതലാ. HBയും ഷുഗർ ലെവലും വളരെ കൂടുതലാ. നോർമൽ ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിലും സിസേറിയൻ നടത്തുന്നതിലും റിസ്ക് ഉണ്ട്. ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്. മോസ്റ്റ്ലി കുഞ്ഞിനെ ജീവനോടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഒരു സർജറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്ത് ദിവ്യയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാനാവും. ഡോക്ടർ, രാജു, നമ്മൾ എന്ത് ചെയ്യും? ഈ കാര്യത്തിൽ നമ്മൾ എങ്ങനെ ഒരു തീരുമാനം പറയും? പ്ലീസ്, ഒരു ഡിസ്കഷനുള്ള സമയമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. രാജു. ഡോക്ടർ, ഞങ്ങൾക്കൊന്ന് ആലോചിക്കാൻ. നിങ്ങൾ എന്തായി പറയുന്നേ? ആലോചിച്ച് നിൽക്കാനുള്ള സമയമാണോ ഇത്? അകത്ത് കിടക്കുന്ന സ്ത്രീ ജീവന് വേണ്ടി പോരാടുകയാണ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഡോക്ടർ ചെയ്തു തന്ന ഉപകാരത്തിന് പകരമായി ഡോക്ടർ വിചാരിക്കുന്നതിലും വലിയൊരു തുക ഈ അംബിക തന്നിരിക്കും. ഇത് അംബിക വർമ്മയുടെ വാക്കാ. യാതൊരു കാരണവശാലും അവരാ ഹോസ്പിറ്റൽ വിട്ട് മറ്റൊരിടത്തേക്ക് പോകരുത്. ഡോക്ടർ അവരോട് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവിടെ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോയാ പ്രസവിക്കാൻ പോകുന്ന ദിവ്യയുടെ ജീവന് അത് ആപത്താണെന്ന് തന്നെ ഡോക്ടർ ഉറപ്പിച്ച് പറയണം. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. അംബിക മാഡം ധൈര്യമായിട്ടിരിക്കെ. ഇല്ല, ഞാൻ ഏറ്റുന്നേ. ഓക്കെ മാഡം. ഓക്കെ ഡോക്ടർ. ദീപക്കെ, കുറച്ച് കടന്ന കയ്യാടാ. പക്ഷേ നിനക്ക് വേണ്ടി ഈ പാപം എനിക്ക് ചെയ്യാതിരിക്കാനാവില്ലടാ. ഒരുപാട് പാപങ്ങൾ ചെയ്ത ഈ അമ്മയുടെ കയ്യിൽ മറ്റൊരു പാപത്തിന്റെ കറ കൂടി. സാരമില്ല, നരകിച്ച് മരിക്കേണ്ടി വന്നാലും അതെന്റെ മകന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുമ്പോ അതെനിക്കൊരാശ്വാസമാ. അമ്മേ, അമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ദേഷ്യം വന്നപ്പോ പലപ്പോഴും ഞാൻ അമ്മയോട് അതിരുവിട്ട് സംസാരിച്ചിട്ടുണ്ട്, പെരുമാറിയിട്ടുമുണ്ട്. അതൊക്കെ ഓർക്കുമ്പോ എന്താടാ ഇത്, കൊച്ചുകുട്ടികളെ പോലെ? നീയേ അംബികയുടെ മകനാ. ആകാശം ഇടിഞ്ഞു വീണാലും അത് നിന്റെ ശരീരത്തിൽ വീഴാതെ നോക്കേണ്ടത് എന്റെ കടമയാ മോനെ. നീ കൂളായിട്ട് ധൈര്യമായിട്ടിരിക്കെ. നിന്റെ കൂടെ അമ്മയുണ്ട് മോനെ.